ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഇപ്പോൾ വന്ന സർവേ രണ്ട് കാര്യം വളരെ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഗവൺമെന്റ് വിരുദ്ധ വികാരമില്ല. രണ്ട്, കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ഈ രണ്ട് കാര്യം സർവേയുടെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. ഉള്ളിൽ കാണാൻ സാധിക്കുന്ന വസ്തുത അതാണ്. ഞങ്ങൾക്കതിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയും. കേരളത്തിൽ ഗവൺമെന്റ് വിരുദ്ധ വികാരമില്ല. മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സഖാവ് പിണറായി വിജയനാണ് എന്ന് ആ സർവേ തന്നെ പറയുന്നു. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയന്റെ ശത്രു AKG സെന്ററിൽ കയറിയിരിപ്പുണ്ട്. MP ഗോവിന്ദന്റെ പത്രസമ്മേളനം കേട്ട നമ്മൾ അമ്പരന്ന് പോയി. മുമ്പ് തെരഞ്ഞെടുപ്പ് വേളയിൽ MP ഗോവിന്ദനോട് മുരടനക്കരുത് എന്ന് പിണറായി വിജയൻ കൽപ്പിച്ചിരുന്നു. അതിന്റെ കലി ഇപ്പോൾ ഗോവിന്ദൻ തീർക്കുകയാണ്. കാസർഗോഡ് മുതൽ പാറശാല വരെ പാർട്ടി സെക്രട്ടറിയുടെ ഒരൊറ്റ ഫോട്ടോ പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വെച്ചില്ല. ആകെ കൂടിയുള്ളത് ക്യാപ്റ്റന്റെ മുഖം. എൻ്റെ മുഖം, എൻ്റെ ഫുൾ ഫിഗർ. പിണറായി വിജയൻ അങ്ങനെ കേരളത്തിൻ്റെ തെരുവുകളിലും റോഡ് വക്കിലും ഗ്രാമാന്തരങ്ങളിലും നിറഞ്ഞു നിന്നു. ഒരൊറ്റ പിണറായി, ഒരൊറ്റ ക്യാപ്റ്റൻ. കേരളത്തിൽ പിണറായി അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ വിഴുങ്കസ്യ എന്ന് നിൽക്കുകയായിരുന്നു പാവം അപ്പം ഗോവിന്ദൻ. പിണറായി വിജയൻ വിജയിച്ചു വന്നാൽ വല്ല അപ്പക്കച്ചവടത്തിനും പോകാനേ ഗോവിന്ദന് കഴിയൂ. അല്ലെങ്കിൽ തന്നെ ഗോവിന്ദനെ പാർട്ടിയിൽ ആര് വകവയ്ക്കുന്നു? ഇന്ന് MP ഗോവിന്ദൻ നടത്തിയ ഒരു മാധ്യമ സമ്മേളനം എന്തുകൊണ്ടും രസകരമാണ്. ഗോവിന്ദൻ്റെ ഓരോ വാക്കും ചെന്നുകൊള്ളുന്നത് പിണറായിയുടെ തലയ്ക്ക് മീതെ. യഥാർത്ഥത്തിൽ ഈ പാർട്ടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് തങ്ങളുടെ ശത്രു എന്ന് പ്രഖ്യാപിക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. മുമ്പ് എക്സിറ്റ് പോളുകളെയും ഒപ്പീനിയൻ പോളുകളെയും ഒക്കെ ഗോവിന്ദൻ മുച്ചൂടും തള്ളി പറഞ്ഞിരുന്നു. എന്നാൽ ആ ഗോവിന്ദൻ ഇന്ന് എക്സിറ്റ് പോളുകളെ അംഗീകരിക്കുകയാണ്. പുറത്തുവന്ന വിവിധ എക്സിറ്റ് പോൾ സർവേകളെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇടതുപക്ഷത്തെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ജനങ്ങളുടെ പരസ്യ പ്രഖ്യാപനമാണ് കാണാൻ കഴിയുന്നത് എന്ന് ഗോവിന്ദൻ ഇന്ന് പറഞ്ഞു. 100% ശരിയാണ്. ഇക്കുറിയും പിണറായി വിജയൻ അധികാരത്തിലെത്തിയാൽ പശ്ചിമ ബംഗാളിലെ CPMന്റെ ഗതി കേരളത്തിലെ CPMനുമുണ്ടാകും. ഇത് മനസ്സിലാക്കിയാണ് ഇക്കുറി പാർട്ടി സഖാക്കൾ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ കൃത്യമായി വോട്ട് കൊടുത്തത്. LDFനെ തോൽപ്പിച്ചത് മറ്റാരുമല്ല, CPMന്റെ സഖാക്കൾ തന്നെയാണ്. ഇത് സഖാക്കൾക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ സഖാക്കളുടെ വലിയ സഖാവിന് ഇക്കാര്യത്തിൽ ബോധ്യമുണ്ട്. മൂന്നാം വട്ടവും പിണറായി വിജയൻ അധികാരത്തിൽ വരരുത് എന്ന് ശടിച്ച പാർട്ടി സഖാക്കളുടെ അതേ മനസ്സ് തന്നെയാണ് MP ഗോവിന്ദൻ്റെയും. അതുകൊണ്ട് ഗോവിന്ദൻ പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരാൻ ജനങ്ങൾ വോട്ട് കൊടുത്തു എന്നതിൻ്റെ സൂചനയാണ് എക്സിറ്റ് പോളിലുള്ളത്. വളരെ ശരി. സീറ്റുകളുടെ എണ്ണത്തിൽ ചില പത്രങ്ങൾ നൽകുന്ന കണക്കുകളിൽ ആത്മനിഷ്ഠമായ ഘടകങ്ങൾ ഉണ്ടാകാമെങ്കിലും സർവേകളുടെ അന്തർലീനമായ സന്ദേശം LDFന് അനുകൂലമാണ് എന്ന് വ്യക്തമാക്കുന്നു. പണ്ടൊരു സിനിമയിൽ ശങ്കരാടി പറഞ്ഞ ആശയപരമായ ഭിന്നതയുണ്ടല്ലോ, അതിന് സമാനമാണ് ഗോവിന്ദൻ്റെ ഈ വിശദീകരണം. സീറ്റുകളുടെ എണ്ണത്തിൽ ചില പത്രങ്ങൾ നൽകുന്ന കണക്കുകളിൽ ആത്മനിഷ്ഠമായ ഘടകങ്ങൾ, ഈ ആത്മനിഷ്ഠ ഘടകങ്ങൾ എന്താണ് എന്ന് നമുക്കാർക്കും മനസ്സിലാവുന്നില്ല. കടിച്ച പൊട്ടാത്ത ആത്മനിഷ്ഠ എന്തിനാണ് എക്സിറ്റ് പോളുകളിൽ കൊണ്ടുപോയി ഗോവിന്ദൻ ഇട്ടിരിക്കുന്നത്? ഗോവിന്ദൻ ഉദ്ദേശിച്ചത് ശരി തന്നെ. മുഖ്യമന്ത്രി പിണറായി വിജയനെ തോൽപ്പിക്കാൻ ജനങ്ങൾ നൽകിയ വോട്ടുകളാണ് ഈ എക്സിറ്റ് പോളുകളിൽ വ്യക്തമാകുന്നത്. ഗോവിന്ദൻ്റെ മാധ്യമ സമ്മേളനത്തിലെ വാക്കുകൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാവുന്നു. ഇനിയാണ് MP ഗോവിന്ദൻ്റെ മറ്റു ചില ഉജ്ജ്വല പ്രതികരണങ്ങൾ. സർവേകളിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഗവൺമെൻറ്റിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല. ഇതെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിനെതിരെ എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാർക്കെതിരെ, ഇടതുപക്ഷ മുന്നണിക്കെതിരെ. അത് ഗോവിന്ദൻ പറഞ്ഞത് 100% ശരിയാണ്. ഗവൺമെൻറ്റിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല. ഭരണവിരുദ്ധ വികാരമുള്ളത് ക്യാപ്റ്റനോടാണ്, മുഖ്യമന്ത്രിയോട്. അത് ഗോവിന്ദനും സമ്മതിക്കുന്നു. ഇനിയാണ് ഗോവിന്ദൻ്റെ ഒരു മാസ് പ്രയോഗം. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ പൊതുവെ അംഗീകരിക്കപ്പെടുകയും ജനപ്രിയതയിൽ 1ാം സ്ഥാനത്ത് തുടരുകയും ചെയ്യുന്നു. ഇത് ഗോവിന്ദൻ ഒരു പരിഹാസ രൂപേണ പറഞ്ഞതാണ് എന്ന് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാവും. കാരണം ഒരേ ഒരു പിണറായി വിജയനെതിരെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചന നൽകുന്നത്. അതുകൊണ്ടാണ് MP ഗോവിന്ദൻ പറയുന്നത് ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ് ശ്രദ്ധാകേന്ദ്രമെന്ന്. LDF ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ പിണറായി വിജയനെ ജനങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചിരിക്കുന്നു. 1ാം തരം പ്രസ്താവന.
ഇങ്ങനെ വേണം ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കാൻ. പിണറായി വിജയൻ നേതൃത്വം നൽകി എന്ന് MP ഗോവിന്ദൻ പറയുന്നു. പിന്നെന്തിനാണ് ഇങ്ങനെയൊരു പാർട്ടിക്ക് ഇത്തരമൊരു സെക്രട്ടറി? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ വലുത്? ഒരു ദേശീയ സെക്രട്ടറിയെ നോക്കുകുത്തിയായി നിങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ, സാക്ഷാൽ MA ബേബി. 2 നോക്കുകുത്തി സെക്രട്ടറിമാർ കേരളത്തിൽ തെക്ക് വടക്കുണ്ടായിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല. എല്ലാത്തിനും ഒരൊറ്റ നേതൃത്വം. ആ നേതൃത്വത്തിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നത്. സഭാഷ് ഗോവിന്ദൻ. ഇനിയാണ് ഗോവിന്ദൻ്റെ മറ്റൊരു മഹാ കണ്ടുപിടുത്തം. ഇതും സംഭവം കത്തി. എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സീറ്റ് നിലയെ സംബന്ധിച്ചും പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്. അതാണ് ഗോവിന്ദൻ നിലപാട്. 69 അല്ലെങ്കിൽ 70 സീറ്റുകൾ വരെ നൽകുന്ന റിപ്പോർട്ടുകൾ യഥാർത്ഥത്തിൽ LDF ജയിക്കുമെന്ന് നേരിട്ട് പറയാൻ മടിക്കുന്നവർ രഹസ്യമായി നൽകുന്ന സൂചനയാണ്. ഗോവിന്ദനും പറയുന്നത് കഷ്ടി 69 കിട്ടിയാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ വിജയമെന്ന്. വെറും 5 or 8 സീറ്റുകളുടെ വ്യത്യാസം വന്നാൽ പോലും കേരളത്തിൽ ഇടതുപക്ഷം വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും ഗോവിന്ദൻ പറയുന്നു. അധികാരത്തിൽ തിരിച്ചെത്തരുത് എന്ന് ഗോവിന്ദന് വലിയ ആഗ്രഹമുണ്ട്. കാരണം ഇനി ഒരിക്കൽ കൂടി പിണറായി വിജയൻ അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഈ പാവം MP ഗോവിന്ദന് ഒരു കാലത്ത് മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല. എത്ര കാലമായി മനസ്സിൽ താലോലിക്കുന്ന സ്വപ്നമാണ്. ഇക്കുറി പിണറായി തോറ്റടിഞ്ഞാൽ UDF തമ്മിൽ തല്ലുമെന്നും അപ്പോൾ തമ്മിൽ തല്ലിച്ചാവുന്ന UDFകാരുടെ മണ്ടയ്ക്ക് കയറി നിന്ന് അടുത്ത തവണ LDFനെ പൊക്കിക്കൊണ്ടുവരാമെന്നും പാവം ഗോവിന്ദൻ സ്വപ്നം കാണുന്നു. എന്നാൽ പിണറായി വിജയൻ ആരാ മോന്? പിണറായി വിജയൻ ഒരു മരുമോനെ വളർത്തി വെച്ചിട്ടുണ്ട് എന്ന് ഗോവിന്ദൻ കൂടി ഒന്ന് കണ്ടറിഞ്ഞ് വേണം പ്രവർത്തിക്കാൻ. ഇനിയാണ് ഗോവിന്ദൻ്റെ മറ്റൊരു പ്രയോഗം. റിപ്പോർട്ടുകളേക്കാൾ ഉപരിയായി തങ്ങൾക്ക് വിശ്വാസം ജനങ്ങളിലാണ് എന്ന് MP ഗോവിന്ദൻ പറയുന്നു. അതെ, ജനങ്ങൾ നിങ്ങളെ ചതിക്കില്ല. ഇക്കുറി പിണറായി വിജയനെ തോൽപ്പിക്കണമെന്ന ആഹ്വാനം പാർട്ടി സഖാക്കൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത് ജനങ്ങൾ നെഞ്ചേറ്റി. അതുകൊണ്ടാണ് ഇത്തരമൊരു വിധി അവർ പച്ചയ്ക്കങ്ങ് കുത്തിക്കൊടുത്തത്. മെയ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം എല്ലാവർക്കും ബോധ്യപ്പെടുമെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. പിന്നീട് ഗോവിന്ദൻ ഒരു കാച്ചും. എന്താണ് വസ്തുനിഷ്ഠം? ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ LDF തോറ്റാൽ CPM നേതാക്കൾക്കൊക്കെ ഒരു സങ്കടം പതിവാണ്. ഇക്കുറി നേതാക്കൾക്കൊന്നും സങ്കടമില്ല എന്ന് മാത്രമല്ല, ഭരണം കിട്ടിയാൽ നമുക്കെന്ത് കാര്യം എന്ന ഭാവമാണ് പൊതുവെ. ഒരാശങ്കയുമില്ല, BJPക്ക് ഇക്കുറി വോട്ട് കിട്ടില്ല, അവർ ജയിക്കില്ല എന്നൊക്കെ ഗോവിന്ദൻ ആശ്വസിക്കുന്നു. അതൊരു വലിയ ആശ്വാസമാണ്. BJPക്ക് ഇക്കുറി വോട്ട് കിട്ടിയാൽ 2031 ആകുമ്പോഴേക്കും, ഇനി നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ 2029 ആകുമ്പോഴേക്കും ഇവിടെ UDFന് ബദലായി അവർ വളർന്നു വരും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJP ഒന്ന് കൊഴിഞ്ഞു വീഴുന്നതാണ് നല്ലത് എന്ന് ഗോവിന്ദൻ അറിയാം. മറുവശത്ത് പിണറായി വിജയൻ അങ്ങനെയല്ല. പിണറായി വിജയൻ BJPയുമായി ചില നീക്കുപോക്കൊക്കെ ഇതിനകം ഉണ്ടാക്കിക്കഴിഞ്ഞിരുന്നുവെന്നാണ് UDFകാരുടെ ആരോപണം. പിണറായിക്ക് തനിക്ക് ശേഷം പ്രളയമെന്നാണല്ലോ ഭാവം. ഇക്കുറി എങ്ങനെയും തുടർഭരണം ലഭിക്കുക, പിന്നീട് എന്ത് മണ്ണാങ്കട്ടയെങ്കിലും ആവട്ടെ. ചുരുക്കത്തിൽ MP ഗോവിന്ദൻ പറഞ്ഞത് പച്ച പരമാർത്ഥമാണ്. എക്സിറ്റ് പോളുകളുടെ ഉള്ളിൽ കാണുന്ന വസ്തുത വീണ്ടും LDFന് അധികാരത്തിൽ വരാൻ കഴിയുമെന്നതാണ്. ഇക്കുറി ഭരണം കിട്ടിയില്ലെങ്കിലും ഭാവിയിലെങ്കിലും LDF അധികാരത്തിൽ വരുമെന്ന പാവം പ്രതീക്ഷിക്കുന്നു. എത്ര നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. LDF യാതൊരു തരത്തിലുമുള്ള പ്രയാസവും അനുഭവിക്കേണ്ട കാര്യമില്ല എന്നാണ് ഗോവിന്ദൻ മാഷ് പാർട്ടി പ്രവർത്തകരോട് പറയുന്നത്. ജനങ്ങളിലാണ് നമുക്ക് വിശ്വാസം. ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഗോവിന്ദൻ പറഞ്ഞു. അത്യാവശ്യം വോട്ട്, അത് മതിയല്ലോ. പക്ഷെ ഗോവിന്ദന് വലിയൊരു സങ്കടമുണ്ട്. അതും ഇന്ന് പത്രസമ്മേളനത്തിൽ വ്യക്തമാണ്. 100 സീറ്റ് ലഭിക്കുമെന്നായിരുന്നു UDF പറഞ്ഞിരുന്നത്. അത് നടക്കില്ല എന്ന് സർവേയിലൂടെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. 100 സീറ്റെങ്കിലും കൊടുത്ത് പിണറായി ഒന്ന് തൊലച്ചടുക്കിയിരുന്നെങ്കിൽ ഇത് പാവം ഗോവിന്ദൻ ആശിക്കുന്നു. ഞങ്ങൾ ഒരു റിപ്പോർട്ടിനെയും വിശ്വസിക്കുന്നില്ല, ജനങ്ങളെയാണ് വിശ്വസിക്കുന്നതെന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവ് തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഇതേ ഗോവിന്ദനോട് മിണ്ടാതിരിക്കാൻ പാർട്ടി നേതൃത്വം രഹസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് സ്വരാജിനെ കളത്തിലിറക്കിയാണ് മാധ്യമങ്ങളോട് സംസാരിപ്പിച്ചത്. പ്രചരണത്തിലും നേതൃത്വത്തിലുമൊക്കെ ഒരേയൊരു മുഖം പിണറായി. അതിനിടയിൽ എന്തോന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി. അല്ലെങ്കിലും CPM ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഗോവിന്ദൻ എന്തെങ്കിലുമൊക്കെ ചിലയ്ക്കും, അതല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിണറായിക്ക് വേണ്ടി PR കേന്ദ്രങ്ങൾ തള്ളിമറിച്ചുകൊണ്ടിരിക്കും. ഇനി 3 ദിവസം കൂടി ഉശിരൻ തള്ളായിരിക്കും. പിന്നെ ഒരു വീഴ്ച, പടുവീഴ്ച. ഇപ്പോഴേ മന്ത്രിമന്ദിരങ്ങളിൽ നിന്ന് എല്ലാം പെറുക്കിക്കൂട്ടി തുടങ്ങിയിരിക്കുന്നു LDF മന്ത്രിമാർ. തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വരുന്നതോടെ മിക്ക മന്ത്രിമാരും തോൽക്കുമെന്നാണ് ഇപ്പോൾ എക്സിറ്റ് പോളുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നതോടെ തിരുവനന്തപുരത്ത് നിന്ന് സംഗതിയൊക്കെ വാരിക്കെട്ടി പുറപ്പെടേണ്ടതുണ്ട് പല മന്ത്രിമാർക്കും. വല്ലാത്തൊരു ദുരന്ത കാഴ്ച തന്നെ. ഇതിൽ സന്തോഷിക്കുന്നത് പാർട്ടി സഖാക്കളും പിന്നെ MP ഗോവിന്ദനെ പോലെയുള്ള നേതാക്കളും. കാത്തിരുന്ന് കാണാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഇപ്പോൾ വന്ന സർവേ
രണ്ട് കാര്യം വളരെ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഗവൺമെന്റ് വിരുദ്ധ വികാരമില്ല. രണ്ട്, കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ഈ രണ്ട് കാര്യം സർവേയുടെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സാധ്യതയാണ് ഈ സർവേ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വരാൻ ഉള്ള സാധ്യത. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഞങ്ങൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു എക്സിറ്റ് പോളിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കുന്ന വസ്തുത അതാണ്. ഞങ്ങൾക്കതിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയും. കേരളത്തിൽ ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല. മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സഖാവ് പിണറായി വിജയനാണ് എന്ന് ആ സർവേ തന്നെ പറയുന്നു. പിന്നെ അസംഭാവ്യങ്ങളായ ഒരുപാട് കാര്യങ്ങളാണ്. ഞാനതിൻ്റെ ഉള്ളടക്കത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 14 സീറ്റ് വരെ BJPക്ക് ലഭിക്കുമെന്ന് പറയുന്നതാണ് ചില സർവേ. അത് എന്ത് യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സർവേയാണ്? ഒരു സീറ്റും BJPക്ക് ഇപ്രാവശ്യം ലഭിക്കാൻ പോകുന്നില്ല. എല്ലാവരും നിയമം ഉൾപ്പെടെ ഒരു സീറ്റും ഈ കേരളത്തിൽ BJPക്ക് ലഭിക്കാൻ പോകുന്നതല്ല കേരളത്തിന്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം. അതുകൊണ്ട് അതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ 7 സീറ്റ് 14 സീറ്റൊക്കെ BJPക്ക് ലഭിക്കുമെന്നാണ് ചിലർ പറയുന്നത്. പിന്നെ ആത്മനിഷ്ഠ ഘടകം ചില പത്രങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ടുണ്ട്. UDFനെ ജയിപ്പിച്ചേ അടങ്ങൂ എന്ന് തീരുമാനിച്ച് അവർ സർവേ നടത്തിയാൽ ആ ആത്മനിഷ്ഠ ഘടകം കൂടി ചേർന്നാൽ അവർ ജയിക്കുമെന്ന് പ്രഖ്യാപിക്കാത്തേ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ആത്മനിഷ്ഠ ഘടകം പ്രഖ്യാപിക്കാൻ ഒരു പത്രവും വാർത്തയും ഒന്നുമില്ല, കേരളത്തിലുമില്ല, ഇന്ത്യയിലുമില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരുമെന്നുള്ള പരസ്യ പ്രഖ്യാപനത്തിന്റെ ഉള്ളറകളാണ് യഥാർത്ഥത്തിൽ സർവേ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്കത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഞങ്ങളെ സംബന്ധിച്ചില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം, അത് ഉയർത്തി മുമ്പോട്ടേക്ക് പോകുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുള്ള സഖാവ് പിണറായി വിജയൻ പൊതുവെ അംഗീകരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റ് വിരുദ്ധ വികാരം ഇല്ല എന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ 100+ പോകുന്നുള്ളതായിരുന്നു UDFന്റെ പ്രതീക്ഷ, അല്ലെങ്കിൽ വനവാസത്തിലേക്ക് പോകുന്നുള്ളതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ ഈ സർവേയിലൂടെ തന്നെ അതിനൊന്നും സാധ്യതയില്ല എന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും അനുഭവിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഈ സർവേ കൃത്യമായിട്ട് പരിശോധിച്ചാൽ ഉള്ളത്. അതൊക്കെ ശരിയായ സർവേ അല്ല, അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. ഞാനതല്ലേ പറഞ്ഞത്. അതൊക്കെ കൂട്ടിയിട്ടാണല്ലോ ഇപ്പോൾ നമ്പർ 60, 69 ഇതെല്ലാം ഒഴിവാക്കിയിട്ടാണല്ലോ. എന്നാൽ ഇതൊക്കെ ഒഴിവാക്കിയ ഒരുപടി സീറ്റ് ഞങ്ങൾ ജയിക്കുന്നതാണ്, ഉറപ്പായിട്ടും ജയിക്കുന്ന സീറ്റുകളാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങളിലാണ് വിശ്വാസം. ഞങ്ങൾ ഒരു റിപ്പോർട്ടിനെയല്ല വിശ്വസിക്കുന്നത്, കൃത്യമായിട്ട് ജനങ്ങളെയാണ് വിശ്വസിക്കുന്നത്. ജനങ്ങൾ കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വിധി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 4-ാം തീയതി ആകുമ്പോൾ അത് അത്രത്തോളമാണ് എന്ന് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം കൃത്യമായിട്ട് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തും. അത്രയേ ഉള്ളൂ കാര്യം. വെറുതെ അതിനിടയ്ക്ക് അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെയൊരു സർവേ റിപ്പോർട്ട് വന്ന പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് അതിനുള്ള പ്രതികരണം എന്താണെന്ന് പറയാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് അനുകൂലമായ റിപ്പോർട്ടാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അവർ തന്നെ പറഞ്ഞത് 69 കഴിച്ചാൽ പിന്നെ 70-ലേക്ക് 1, പിന്നെ ഭൂരിപക്ഷത്തിന് 1, 2 സീറ്റിൻ്റെ വ്യത്യാസമാണ് ഞങ്ങളെ സംബന്ധിച്ച് തന്നെ പറഞ്ഞത്. ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞവർ തന്നെ പറഞ്ഞത് ഞങ്ങൾക്ക് 2 വോട്ടിൻ്റെ അല്ലെങ്കിൽ 2 സീറ്റിൻ്റെ വ്യത്യാസത്തെ സംബന്ധിച്ചാണ്. ഒരു 5-8 സീറ്റ് മാറുന്നൊരവസ്ഥ വന്നാൽ ഒരു സംശയവും വേണ്ട, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ അധികാരത്തിൽ വരും. ഈ എക്സിറ്റ് പോൾ തള്ളേണ്ട കാര്യം ഞാൻ തള്ളിയതുകൊണ്ടോ തള്ളാതിരുന്നുകൊണ്ടോ എക്സിറ്റ് പോൾ ഇല്ലാണ്ടിരിക്കുമോ? അതുള്ള വസ്തുതയാണല്ലോ അവർ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞതെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. അത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ജയിക്കും എന്ന് പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത ചില ആളുകൾ രഹസ്യമായിട്ട് പറയുകയാണത്. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അതാണ്. എന്താ കാരണം? ഗവൺമെന്റ് വിരുദ്ധ വികാരമില്ലാന്നും പറഞ്ഞു, മുഖ്യമന്ത്രി എന്ന രീതിയിൽ 1-ാം സ്ഥാനത്ത് പിണറായി വിജയനാണെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമല്ലേ? എനിക്കറിയില്ല, അതിനെ സംബന്ധിച്ച് നമ്മളോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ ഭരണത്തിൽ തന്നെ വരാൻ പോവാണ്. പിന്നെ എന്തിനാ പ്രതിപക്ഷത്തെ പറ്റി ചർച്ച ചെയ്യുന്നത്? ഇല്ലാതെ വസ്തുനിഷ്ഠ അല്ലാതെ കാര്യങ്ങൾ ചോദിക്കുക, എന്നിട്ട് അതിന് ഉത്തരം പറയിപ്പിക്കുക.